എല്ലാ കൂട്ടുകാർക്കും ഡോക്ടർ VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഒരു കവിതയാണ്. കവിതയുടെ പേര് ബഹുത് ദിനോം കെ ബാദ്. കവിയുടെ പേര് നാഗാർജുൻ. അപ്പോൾ എല്ലാ കൂട്ടുകാരും കവിത വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് കവിതയുടെ ആശയം മനസ്സിലാക്കാനും അർത്ഥം മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കവിതയുടെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. ബഹുത് ദിനോം കെ ബാദ്. ബഹുത് ദിൻ, ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം, ദിനോം ദിവസങ്ങൾ, കെ ബാദ് ശേഷം, കെ ബാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഷം. ബഹുത് ദിനോം കെ ബാദ് എന്ന് പറഞ്ഞാൽ വളരെ ദിവസങ്ങൾക്ക് ശേഷം, ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം. അതാണ് കവിതയുടെ ടൈറ്റിലിൻ്റെ അർത്ഥം. ബഹുത് ദിനോം കെ ബാദ് എന്ന് പറഞ്ഞാൽ വളരെ ദിവസങ്ങൾക്ക് ശേഷം. കവിയുടെ പേര് നാഗാർജുൻ. അപ്പോൾ ബഹുത് ദിനോം കെ ബാദ് എന്ന കവിതയുടെ കവി ആരാണ്? നാഗാർജുൻ. അപ്പം നമുക്ക് ഈ കവിതയുടെ ആശയം, വരികളുടെ അർത്ഥവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കവിതയിലോട്ട് പോവാം. കവിതയുടെ പേര് ബഹുത് ദിനോം കെ ബാദ്. വളരെ ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം. കവിയുടെ പേര് നാഗാർജുൻ. ബഹുത് ദിനോം കെ ബാദ്, വളരെ കുറേ ദിവസങ്ങൾക്ക് ശേഷം. അബ് കി मैंने जी भर देखी पक्की सुनहली फसलों की मुस्कान बहुत दिनों के बाद. കവി പറയുകയാണ് ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം, കുറേ ദിവസങ്ങൾക്ക് ശേഷം. അബ് കി ഇപ്പോൾ, മേനെ ഞാൻ, ജീ ഭർ ദേഖി എൻ്റെ മനസ്സാൽ, മനസ്സ് നിറയെ, ജീവൻ എന്നത് മനസ്സ്, ജീവൻ എന്നൊക്കെയാണ് അർത്ഥം. ജീവർ ദേഖി എന്ന് വെച്ചാൽ എന്താണ്? മനസ്സ് നിറയെ കണ്ടു. ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് എന്ത് ചെയ്തു? അബക്കി മേം നേ ജീവർ ദേഖി, ഞാൻ എൻ്റെ മനസ്സ് നിറയെ കണ്ടു. എന്താണ് കണ്ടത്? പക്കി എന്ന് പറഞ്ഞാൽ പാകമായ. പക്കി സുൻഹലി എന്ന് പറഞ്ഞാൽ സുവർണ നിറമുള്ള. പക്കി എന്ന് പറഞ്ഞാൽ പാകമായ, സുൻഹലി എന്ന് പറഞ്ഞാൽ സുവർണ നിറത്തിലുള്ള. ഫസൽ എന്ന് പറഞ്ഞാൽ വിള. ഫസലോം കി മുസ്കാൻ. അപ്പം എന്താണ്? പാകമായ സുവർണ നിറത്തിലുള്ള, എന്താണ്? മഞ്ഞ നിറത്തിലുള്ള പാകമായ വിള. അതിൻ്റെ എന്താണ് കണ്ടത്? മുസ്കാൻ പുഞ്ചിരി. ബഹുത് ദിനോം കെ ബാദ്. അപ്പം വളരെ ദിവസങ്ങൾക്ക് ശേഷം, കുറേ ദിവസങ്ങൾക്ക് ശേഷം കവി എന്താണ് കണ്ടത്? പാകമായ, വിളവെടുപ്പിന് പാകമായ നല്ല സുവർണ നിറത്തിലുള്ള, മഞ്ഞ നിറത്തിലുള്ള എന്താണ് ആ വിളകളുടെ പുഞ്ചിരി അദ്ദേഹം കണ്ടു എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടി നമുക്ക് ആ വരികൾ ശ്രദ്ധിക്കാം. ബഹുത് ദിനോം കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം. അബ് കി മേനെ ജീ ഭർ ദേഖി, ഇപ്പോൾ ഞാൻ എന്താണ്? എൻ്റെ മനസ്സ് നിറയെ കണ്ടു. എന്താണ് കണ്ടത്? അതാണ് അടുത്ത വരിയിൽ പറയുന്നത്. പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, പാകമായ സുവർണ നിറത്തിലുള്ള, അതായത് മഞ്ഞ നിറത്തിലുള്ള, വിളവെടുക്കാൻ പാകമാവുമ്പോഴാണല്ലോ അതിന് മഞ്ഞ നിറം വരുന്നത്. അങ്ങനെ മഞ്ഞ നിറത്തിലുള്ള ആ വിളകളുടെ മുസ്കാൻ പുഞ്ചിരി. ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം, കുറേ ദിവസങ്ങൾക്ക് ശേഷം കവി എന്ത് ചെയ്തു? പാകമായ വിളകളുടെ എന്താണ്? പുഞ്ചിരി കണ്ടു എന്ന് പറയുകയാണ്. അടുത്ത വരി ശ്രദ്ധിക്കുക നമുക്ക്. ബഹുത് ദിനോം കെ ബാദ് അബ് കി മെയും ജി പർ സുൻ പായ ധാൻ കൂട്ടി കിശോരിയോം की कोकिल कंडी तान बहुत दिनों के बाद. ഇപ്പം വിള ഒക്കെ പാകമാകുമ്പോൾ അതെന്ത് ചെയ്യണം? അത് കൊയ്തെടുക്കണം, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ബഹുത് ദിനോം കെ ബാദ്, വളരെ കുറേ ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ വളരെ ദിവസങ്ങൾക്ക് ശേഷം. അബ് കി മെയും, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ജീ ഭർ സുൻ പായ, ജീ ഭർ മനസ്സു നിറയെ. സുൻപായ സുന്നൊന്ന് കേൾക്കുക. സുൻപായ എന്നൊന്ന് കേട്ടു. എന്താണ് കേട്ടത്?
ദാൻ കൂട്ടുതീ, ദാൻ കൂട്ടുതീ, ആ ധാന്യം കൊയ്യുന്ന അല്ലെങ്കിൽ മുറിക്കുന്ന കൂട്ടുതീ കിഷോരിയോം. കിഷോരിയോം എന്ന് പറഞ്ഞാൽ എന്താണ്? യുവതി, യുവതിക്കാണ് കിഷോരി എന്ന് പറയുന്നത്. കൂട്ടുതീ കിഷോരിയോം കി കോകിൽ കണ്ടി താൻ. കോകിൽ കണ്ടി, കുയിലിൻ്റെ എന്താണ് നാദമുള്ള, എന്താണ് നല്ല ഈണമുള്ള താൻ, താൻ താളം. അതായത് കൊയ്യുമ്പോഴത്തേക്ക്, വിള കൊയ്യുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? പാട്ട് പാടും അല്ലേ? പാട്ട് പാടിക്കൊണ്ട് കൊയ്യുകയാണ്. ആര്? ആ യുവതികൾ. എന്താണ് കൊയ്യുന്നത്? ഈ പാകമായ ധാന്യം കൊയ്യുകയാണ്. അപ്പോൾ കവി വളരെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് അവരുടെ ആ മധുരമായ അല്ലേ കുയിലിൻ്റെ കണ്ടത്തോടു കൂടി, കുയിൽ പാട്ടുകാരനാണെന്നല്ല, അതിൻ്റെ അതിൻ്റെ അത്രയും മധുരമുള്ള ഒരു ഗീതം, അതായത് ധാന്യം കൊയ്യുമ്പോഴത്തേക്ക്, വിളവെടുക്കുമ്പോഴത്തേക്ക് ആ യുവതികൾ എന്ത് ചെയ്യുന്നു? അവർ പാടുന്നു. ആ പാട്ട് കവി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് എന്ത് ചെയ്തു? അത് കേട്ടു എന്നാണ് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ബഹുത് ദിനോം കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം, അബ്കി, അബ്കി ഇപ്പോൾ, മെയിൻ ജി ഭർ സുൻ പായ, ഞാൻ എൻ്റെ മനസ്സ് നിറയെ കേട്ടു. ദാൻ കൂട്ടുതീ കിഷോരിയോം കി കോകിൽ കണ്ടി താൻ. അപ്പം ആ ധാന്യം മുറിക്കുന്ന അല്ലെങ്കിൽ കൊയ്യുന്ന യുവതികളുടെ അതിമനോഹരമായ അല്ലെ താളം അല്ലെങ്കിൽ പാട്ട്, ബഹുത് ദിനോം കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം കവി എന്ത് ചെയ്തു? അത് കേട്ടു എന്ന് പറയുകയാണ്. അപ്പോൾ അടുത്ത വരിയിലോട്ട് പോകാം. ബഹുത് ദിനോം കെ ബാദ് അബ്കി मैंने जी भर सूंघे मौल सिरी के ठेर ठेर से ताज से टटके फूल बहुत दिनों के बाद. ബഹുത് ദിനോം കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം, അബ്കി മേനെ ജി ഭർ സൂങ്കെ, ഇപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മനസ്സ് നിറയെ. സൂങ്കിന എന്ന് പറഞ്ഞാൽ എന്താണ്? മണക്കുക, മണപ്പിക്കുക, അതിനാണ് സൂങ്കിന. അതായത് നമ്മൾ പൂവൊക്കെ മണക്കൂലേ, അതിനെയാണ് മണപ്പിക്കുക, അതിനെയാണ് സൂങ്കെ. സൂങ്കെ മൗൾ സിരി, മൗൾ സിരി എന്ന് പറഞ്ഞാൽ ഇലഞ്ഞി മരം. മൗൾ സിരി കെ ടേർ ടേർ സേ താസെ ടട്കെ ഫൂൾ. അപ്പം ആ ഇലഞ്ഞി മരത്തിൻ്റെ പൂവിൻ്റെ ആ സുഗന്ധം കവി എന്ത് ചെയ്തു? കുറേ ദിവസത്തിന് ശേഷം ആ മണം വലിച്ചെടുത്തു. മനസ്സിലായില്ലേ? ആ മണം അദ്ദേഹം എന്ത് ചെയ്തു? വലിച്ചെടുത്തു. അതിൻ്റെ മണം ആസ്വദിച്ചു. ബഹുത് ദിനോം കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം. അപ്പം ഇവിടെ അദ്ദേഹം ഗ്രാമത്തിൻ്റെ സൗന്ദര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പല ഗ്രാമങ്ങളുടെ അവസ്ഥ എന്താണ്? കൃഷി ചെയ്യാതെ അല്ലേ, കൃഷി ചെയ്യാതെ പല ഗ്രാമപ്രദേശങ്ങളിൽ തരിശായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കവി കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഇതെല്ലാം ഒന്നും കൂടി ആസ്വദിച്ചു എന്ന് പറയുകയാണ്. അടുത്ത പേര് ബഹുത് ദിനോം കെ ബാദ് അബ്കി മെയിം ജി ഭർ ചൂ പായ अपनी गवाई पगडंडी की चंदन वर्णी धूल बहुत दिनों के बाद. അടുത്ത നോക്കൂ. ബഹുത് ദിനോം കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം, അബ്കി മെയിം ജി ഭർ ചൂ പായ, ഇന്ന് ഞാൻ എൻ്റെ മനസ്സ് നിറയെ തൊട്ടു. ചൂന എന്ന് പറഞ്ഞാൽ തന്നെ തൊടുക. ചൂ പായ, തൊടാൻ സാധിച്ചു അല്ലെങ്കിൽ തൊട്ടു. അപ്പിനി, അപ്പിനി സ്വന്തം, എൻ്റെ. അപ്പിനി ഗവായി, ഗവായി എന്ന് പറഞ്ഞാൽ ഗ്രാമം. ഗവായി പഗഡണ്ടി, പഗഡണ്ടി എന്ന് പറഞ്ഞാൽ പഗഡണ്ടി എന്ന് വെച്ചാൽ ഒറ്റയടി പാത, ഒരു ചെറിയൊരു പാത. കി ചന്ദന വർണ്ണി, ചന്ദന വർണ്ണി ചന്ദനത്തിൻ്റെ നിറമോട് കൂടിയ ധൂൾ, ധൂൾ എന്ന് പറഞ്ഞാൽ പൊടി. അപ്പം ഇങ്ങനെ പാതയിൽ കൂടി പോകുമ്പോഴത്തേക്ക് ചന്ദന നിറത്തിലുള്ള എന്താണ് ആ വഴിയിൽ ഉള്ള ആ മണ്ണിൻ്റെ ആ പൊടി അല്ലേ, ചന്ദനം, നല്ല ചന്ദനത്തിൻ്റെ നിറത്തോടു കൂടിയ ധൂൾ അദ്ദേഹം എന്ത് ചെയ്തു? തൊട്ടു എന്ന് പറയുകയാണ്. ബഹുത് ദിനോം കെ ബാദ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം, കുറേ കാലങ്ങൾക്ക് ശേഷം,
അപ്പോൾ ഒന്നുകൂടെ, ബഹുത്ത് ദിനോം കെ ബാദ് കുറേ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം അബ്കി മെയും ജി ഭർ ചൂപ്പായ, ഇന്ന് ഞാൻ എൻ്റെ മനസ്സ് നിറയെ തൊട്ടു, എനിക്ക് തൊടാൻ സാധിച്ചു. അപ്പിനി ഗവായി ഗ്രാമം, തൻ്റെ ഗ്രാമം, എൻ്റെ സ്വന്തം ഗ്രാമത്തിൻ്റെ എന്താണ് പഗഡണ്ടിക്ക് ചന്ദന വർണ്ണി ധൂൾ. അപ്പം ആ ഒറ്റയടി പാതയിൽ ഉള്ള ആ ചന്ദനത്തിൻ്റെ നിറത്തോടു കൂടിയ ധൂൾ പൊടിയെ തൊടാൻ അദ്ദേഹത്തിന് സാധിച്ചു കുറേ ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ അടുത്ത വരി നമുക്ക് നോക്കാം. बहुत दिनों के बाद अब की मैंने जी पर ताल मखाना गाया, गन्ने चूसे जी पर. അടുത്തത് ശ്രദ്ധിക്കൂ. ബഹുത്ത് ദിനോം കെ ബാദ് കുറേ കാലങ്ങൾക്ക് ശേഷം, അബ്കി ഇപ്പോൾ, മെയിൻ ജി പർ താൽ മഖാൻ എന്ന് പറഞ്ഞ ഒരു ഔഷധ സസ്യം, ഔഷധ ചെടിയാണ്. ഖായ, അതെന്ത് ചെയ്തു, അദ്ദേഹം കഴിച്ചു. ഗന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഗന്ന എന്ന് പറഞ്ഞാൽ ഈഗ്, അതായത് എന്താണ്, കരിമ്പ്. ഗന്നെ ചൂസ് ജീവർ, അത് അദ്ദേഹം എന്ത് ചെയ്തു, ചൂസിനെ എന്ന് വലിച്ചെടുക്കുക, വലിച്ചു കുടിച്ചു എന്നാണ് അർത്ഥം. ജ്യൂസേ ജീവർ, അത് അദ്ദേഹം എന്ത് ചെയ്തു, വലിച്ചു കുടിച്ചു. ഒന്നുകൂടി നോക്കാം. ബഹുത്ത് ദിനോം കെ ബാദ് കുറേ കാലങ്ങൾക്ക് ശേഷം, അബ്കി മേനെ ജി പർ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മനസ്സ് നിറയെ, താൽ മഖാൻ ഖായ, താൽ മഖാൻ ഒരു ഔഷധ ചെടിയാണ്, ഒരു ഔഷധത്തിൻ്റെ എന്തോ കായോ എന്തോ അദ്ദേഹം എന്ത് ചെയ്തു, കഴിച്ചു. ഖായ ഖന്നെ ചൂസെ ജീവർ, പിന്നെ അതുകൂടാതെ എന്ത് ചെയ്തു, അദ്ദേഹം കരിമ്പിൻ്റെ ജ്യൂസ്, കരിമ്പിൻ്റെ നീര്, കരിമ്പ് അദ്ദേഹം എന്ത് ചെയ്തു, വലിച്ചു കുടിച്ചു. ബഹുത്ത് ദിനോം കെ ബാദ് വളരെ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം. അടുത്ത വരി, അവസാനത്തെ വരികൾ നോക്കാം. ബഹുത്ത് ദിനോം കെ ബാദ് കുറേ കാലങ്ങൾക്ക് ശേഷം, അബ്കി मैंने जी भर भोगे, गंध रूप रस शब्द स्पर्श सब साथ साथ इस भू पर. बहुत दिनों के बाद കുറേ കാലങ്ങൾക്ക് ശേഷം, അബ്കി മെയിൻ ജി ഭർ ഭോഗേ, ഞാൻ ജി ഭർ എൻ്റെ മനസ്സ് നിറയെ, ഭോഗനാന്നൊന്നും അനുഭവിച്ചു. അപ്പം എന്താണ് അദ്ദേഹം കുറേ കാലങ്ങൾക്ക് ശേഷം അനുഭവിച്ചത്? ഗന്ധം എന്ന് പറഞ്ഞാൽ ഗന്ധം, അതായത് എൻ്റെ ഗ്രാമത്തിൻ്റെ ഗന്ധം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഗ്രാമത്തിലോട്ട് വരുന്നു, എവിടെയെങ്കിലും വിദേശത്ത് എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് നമ്മുടെ ഗ്രാമത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ആ ഗ്രാമത്തിൻ്റെ എന്താണ്, ആ പ്രകൃതി സൗന്ദര്യവും അതിൻ്റെ മണവും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും, അല്ലേ? നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചെത്തുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമാണ്. അതൊക്കെയാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ അതിൻ്റെ ഗന്ധം അനുഭവിച്ചു, ആ ഗ്രാമത്തിൻ്റെ ഗന്ധം, രൂപ്, പിന്നെ ആ രൂപം, ഗ്രാമത്തിൻ്റെ ആ സൗന്ദര്യം, രസ്, പിന്നെ പഴങ്ങളും അതും ഇതുമൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, ഗ്രാമത്തിലുള്ള ആ ഫ്രഷ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, രസിച്ചു, കഴിച്ചു. ശബ്ദ സ്പർശ, പിന്നെ അതേപോലെ നമ്മൾ പകർന്നു കൊയ്യുന്ന സമയത്തുള്ള ആ പാട്ട്, അങ്ങനെ മധുരമായ കിളികളുടെയും ഇതേപോലെ കൊയ്യുന്ന യുവതികളുടെയും പാട്ടൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, കേട്ടു. സ്പർശ, പിന്നെ പലതിനെയും അദ്ദേഹം സ്പർശിച്ചു. സബ് സാത്ത് സാത്ത് ഇസ് ഭൂപർ, എല്ലാം ഈ ഭൂമിയുടെ അടുത്ത്. സാത്ത് 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 കൂടെ എന്നാണ് അർത്ഥം. ഇസ് ഭൂപർ, ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ. ബഹുത്ത് ദിനോം കെ ബാദ്, അപ്പം എൻ്റെ ഗ്രാമത്തിൽ ഇങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം വരികയും, അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ആ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം, ആ ഗ്രാമത്തിൻ്റെ എന്താണ് സുഗന്ധം, ആ ഗ്രാമത്തിൻ്റെ രുചി, അതൊക്കെ ഞാൻ എന്ത് ചെയ്തു, ആസ്വദിച്ചു എന്ന് കവി പറയുകയാണ്. നമ്മൾ എവിടെ പോയിരുന്നാലും നമ്മുടെ ഗ്രാമത്തിൽ തിരിച്ചെത്തുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷമാണ്. എല്ലാവർക്കും പട്ടണത്തിനെ അപേക്ഷിച്ച് ഗ്രാമത്തിനെയാണ് കൂടുതൽ ഇഷ്ടം, അല്ലേ?
പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെ കവി പറയുന്നത് ഗ്രാമത്തിൻ്റെ സൗന്ദര്യത്തിനെ പറ്റിയാണ്, ഗ്രാമത്തിൻ്റെ ആൾക്കാരുടെ മധുരമുള്ള വാക്കുകളെയാണ്. അതുപോലെ തന്നെയാണ് ഈ പട്ടണത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും അവിടെയുള്ള ആൾക്കാർക്ക് കഴിക്കാൻ ആരാണ് കൃഷി ചെയ്യുന്നത്? ഗ്രാമത്തിലുള്ളവർ. അപ്പം ഗ്രാമം മനോഹരമാണ്. അതാണ് ഈ കവിതയിൽ അദ്ദേഹം പറയുന്നത്. ബഹുത് ദിനോം കെ ബാദ്, കുറേ കാലങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലോട്ട് തിരിച്ചു വരിക, അല്ലെങ്കിൽ സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു വരിക. സ്വന്തം നാട്ടിൽ തിരിച്ചു വന്ന് സ്വന്തം നാടിൻ്റെ ഗന്ധവും സ്വന്തം നാടിൻ്റെ പ്രകൃതി സൗന്ദര്യവും അവിടുത്തെ മധുരമായ വാക്കുകളും അവിടുത്തെ പഴങ്ങളും ആഹാരവും ഒക്കെ കഴിക്കുക. അപ്പോൾ അതാണ് ഈ കവിതയുടെ ആശയം. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? വീഡിയോ കണ്ടിട്ട് കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കവിതയുടെ ആശയം വീഡിയോ വീണ്ടും വീണ്ടും കണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ വാക്കിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും നന്ദി.